ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പാർട്ട് 2 സ്വാഗതം. പാർട്ട് 2 തുടക്കത്തിൽ തന്നെ പാർട്ട് 2 തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്റ്റോൺ ഫിഷിനാണ്ടാ. ഫ്ലാഷ് ഓണായിക്കോ എന്നാ കട്ട് ചെയ്തോ. കട്ട് ചെയ്യണ്ട. അപ്പോൾ ഇതാ സ്റ്റോൺ ഫിഷിനാണ്. അല്ല കുട്ടിയെ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അടിപ്പെട്ട് സ്റ്റോൺ ഫിഷിനാണ് പരിചയപ്പെടുത്താൻ പോണത്. അപ്പം ഇപ്പൊ ഇവിടെ വന്നിട്ട് ജയിലെങ്ങനെ തപ്പ ഇതാണ് മീന്. ഇതെന്ത് ഫിഷ് അറിയോ? ഇതെന്ത് ഫിഷ് അറിയോ? വെനമൂസ്. ഇതൊരു ഫോട്ടോ എടുത്തോ. മോസ്റ്റ് വെനമസ്. ഇവന്റെ ഒപ്പം വന്ന ഇതട്ടോ മോസ്റ്റ് വെനമസ് ഫിഷ് ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ വിഷമുള്ള ഫിഷ് ആട്ടോ. മാസ്റ്റേഴ്സ് ഓഫ് കളർ ചെയ്യാൻ വിദഗ്ധന്മാരാണ്. കളർ ചെയ്യാനല്ല, ഇതിന്റെ കളർ ഇതിന്റെ കളർ ആയില്ലപ്പോ നീല പോയാ നീല കളറാവും. ഒന്നിനെ പോലാണ്. ഇത് 24 മണിക്കൂറല്ലേ? ഇത് പുറത്തിട്ടാൽ 24 മണിക്കൂർ ജീവിക്കുമല്ലോ വെള്ളത്തിന്റെ പുറത്ത്. ഇതിന്റെ കോളേജിലും കണ്ടാൽ തന്നെ അറിയാം അതിനൊക്കെ പറ്റും. കുളിച്ചിട്ടൊന്നുമില്ല. ഇത് കടലിന്റെ അടിയിൽ ഇങ്ങനെ നിന്ന ആരുടെ മീനായിരുന്നു. ഇതിന്റെ പുറത്ത് ചവിട്ടിയാല് ഇതിന്റെ കണ്ണെവിടെ? ഇതല്ലേ അതാണ് കണ്ണ്. മീനെ 24 മണിക്കൂർ അതെന്താ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്നും വേണ്ട. ഓക്കെ 24 മണിക്കൂർ ആ മീന് വെള്ളമല്ലാണ്ട് സർവൈവ് ചെയ്യട്ടാ. എന്താ അപ്പോൾ സിലോപ്പിട്ടോ ഏത് ഫിഷാ? അല്ല സാൽമൺ. സാൽമൺ ഫിഷോ? സാൽമൺ ഫിഷിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത ഒന്നുമില്ല, നല്ല രസമാണ് തിന്നാൻ. പ്രത്യേകത ഇല്ലാത്ത ഫിഷ സാൽമൺ നല്ലതാണ് ഹെൽത്തിന്. പറഞ്ഞു കുടുങ്ങി. ഇതേതാണ് സിലോപ്പിയിലെ കുട്ടികളുണ്ടല്ലേ? ഇതിലിങ്ങനെ കടക്കണല്ലേ സ്വിമ്മിംഗ് പൂളിലിട്ട പോലെ. അടിച്ചോ സിലോപ്പിയോ? ചുമ്മര് നാളെ ഒരു മീൻ ചാടി എവിടെ നമ്മൾ മറ്റൊരു. അതേതാ ജന്തു? എന്താണ് പോത്തല്? നെട്ടർ ഫിഷ് പോത്തല്. വാ ഇതെന്താ ചോരടില്ല. ഇതെന്താ അറിയോ? കൂന്തൽ. എടാ എന്താ പറഞ്ഞേ? കരിമീനുള്ള കളവാണി കാർക്കൂന്തലെന്ന്. കാർക്കൂന്തലാണ് ഒരു സംഭവം. കണ്ടോ എന്താണ് വിഷയം മാറ്റണ്ട കേട്ടോ. വിഷയം മാറ്റി എന്താ ഇഗ്വാനെ കണ്ടിട്ടേ ആരണാന്ന് ഇഗ്വാനുണ്ട് അവിടെ. വലിയ അരണനെ കണ്ടു കിടക്കുന്നത്. ആരണ കാട്ടു നോക്കിയാ ഓ ഇക്കതെന്താ സംഭവം? വീണ്ടും വരും അവതാർ ഫിഷ്. ഈ മീനൊന്നും വാങ്ങാനോ? ഇതൊക്കെ അതിന് ചെവി ആവണുണ്ടോ? ചെവി ആവണുണ്ടോ? ശ്വാസം എടുക്കണുണ്ടോ? കടന്ന് വേര് വിളിച്ചു പറഞ്ഞില്ല. ഇതാ ശ്വാസം നിർത്തി. സ്റ്റൈലം ഫിഷ് ആട്ടോ, പല്ലി പോലെ. അവതാർ ഫിഷ്. ഇതാ അവതാറിന്റെ നാട്ടിലുള്ള ഫിഷാണ്. അവതാർ കളറില്. എന്തൊക്കെ മീനാണല്ലേ നടക്കാൻ പറ്റുന്ന മീൻ. പേരും വിലയാവും. ഇക്ക ഇതിന് എത്ര രൂപ ഉണ്ടാവും? റേറ്റ് അറിയില്ല. നല്ല കോസ്റ്റ്ലി ആവില്ല എന്തായാലും. വേണ്ട അത്രയും അതിർപ്പം കൊണ്ട് ചോദിച്ചാ
3 times 3 വർഷത്തിൽ അല്ല ഒരു വർഷത്തിൽ 3 ടൈം ഏത് റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മാസ്റ്റേഴ്സ് ഓഫ് ഇതേപോലെ കളർ മാറും. കളർ മാറുന്നു. കാല് വളരും, കൈ വളരും, വാല് വളരും, പല്ലില്ല. കൈ വളരോ? പല്ലില്ല. തലയില്ലാത്ത എല്ലാം വളരും, പക്ഷെ പല്ലില്ല. ഈ കളറിലെ മീന എല്ലാം ഉണ്ട്, പല്ലില്ല. പോയില്ലേ? എല്ലാം ഉണ്ട്. കാല് വളരും, കൈ വളരും, ബോഡി വളരും, വാല് വളരും, എല്ലാം വളരും. പക്ഷെ ജനിച്ചപ്പോൾ പല്ലില്ല. 4500 റുപ്യ കൈനെ കിട്ടും എനിക്ക് തോന്നണില്ല. 4500 റുപ്യ മറ്റേ പേദല് 4 കിലോന്റെ പൈസ ഉള്ളൂ. ഫ്രീ ഡെലിവറിയും മുംബൈയിലുണ്ട് സാധനം. പോയിട്ട് നാളെ ഈ മീനിന്റെ ഡോക്യുമെന്ററിയിൽ കണ്ടുപോകുന്നു. അല്ല, ഇതിന് ഡോൾഫിന്റെ ഷോക്ക് അടിപ്പിക്കും. പക്ഷെ ഡോൾഫിന്റെ കണ്ണുമോറല്ല ഇതിന് ആണ്. ഇത് ഷോക്ക് അടിക്കൂലേ? ലെപ്പാർഡ് ഫിഷ്. ഷാർക്കോ? ഷാർക്കിനെ ഇങ്ങനെ ഇടാൻ പറ്റുമോ? അല്ലാ. ഓ യാ. ഐറ്റൊക്കെ വേണ്ട. ഇതിന് വല്ല ബോധമുണ്ടോ? ഇത് ഇന്നത്തെ പലിയാടാണ്. ഷാർക്കിന്റെ ഇതുണ്ടോ? ഷാർക്കിന് ഒരു നേരത്തെ കടലിട്ടോടുന്ന പോലെ ഇട്ടോടുന്നത്. ഇത് പലിമീൻ. പല്ലൊക്കെ ചിരിച്ചു നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള ചിരിയാണ്. എന്താ സാധനല്ലേ? ഷാർക്ക് ഒരു അത്ഭുതം. ഓരോ റൗണ്ടിന് ഓരോ തീറ്റ. എന്താ തിന്നാത്ത ബിരിയാണിക്ക് ഇതിലേക്ക് ചാടാനുള്ള ധൈര്യം ഉണ്ടോ? എനിക്കേ ഇതിനെ കൈയിടാനുള്ള ധൈര്യം ഉണ്ട്. കൈ നട്ടം ഇവിടെ സമ്മതിക്കൂലോ. ഇല്ല, അത് വരുമ്പോട് ഇതാ വരുമ്പോട് ഇട്. അതിന് ഇടാനും വലിയ പറ്റില്ല. ഞാൻ വിചാരിച്ചു എവിടുന്ന ഇത്ര ധൈര്യം സംഭരിച്ചത്. അല്ല, ഞങ്ങൾക്ക് സമ്മതാ. അയിലല്ലേ? ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഫിഷ്. മേലെ കൂടെ എടുത്തു നിമിഷ. ഓ മോനെ, ഷാർക്കിനെ കാണാത്തല്ലോ. കണ്ടോളിട്ടോ, സെയിം മീനാണ് ഷാർക്ക്. ഞാൻ ഷാർക്കിന്റെ ഫാനായി. ഷാർക്കേ, ഈ ഗ്ലാസ്സിന് മിനിമം എത്ര കട്ടിയില്ലെങ്കിൽ ഈ മീനുകൾ അതിലിടാൻ പറ്റൂല. അത് മുക്കുവനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർക്കിന്റെ അവിടെ മുക്കുവന എസ്തറ്റിക്. ഷാർക്ക് ഒരു അത്ഭുതം തന്നെ. വേണ്ടല്ലേ? സോറി കാലട്ടി. വലിയ ഫോട്ടോഗ്രാഫറാ. ചുമരിന്റെ ഭിത്തിയുടെ ഇടയിലൊക്കെ ഒന്ന് അടിപൊളി. ട്രാവിസ് സ്കോട്ടാണിത്. ട്രാവിസ് സ്കോട്ട് ഫിഷ്. അതിന് പല്ല് കണ്ടിക്കണോ? എടുത്തു വെക്ക്. അതിന്റെ പല്ല് കാണിച്ചു കൊടുക്കണം. പല്ലൊക്കെ മനുഷ്യന്മാരെ പല്ലാണുള്ളതിന്. സുഡൂണി പല്ലിയാണ്. മനുഷ്യന്മാരെ പല്ലാട്ടോ. മഞ്ഞ കളറ്. ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ പല്ലുണ്ടാവുക. കാണാൻ മാത്രമല്ല കേട്ടത്. കാക്കേ, ഇതിപ്പോ ഒരാളല്ലേ? പറയാൻ പറ്റില്ല. ഇത് സാധാ പ്രാലല്ലേ? ധാരണ
ധാരണ ധാരണ എനിക്ക് എങ്ങനെ തോന്നി ഇതിന് ആരണയാണെന്ന് പറയണേ? ലീക്കില്ലാതെ നോക്കണ്ടല്ലേ ഇത്? അല്ല എന്തൊരു പണിയുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇങ്ങനത്തെ ഒരു സംഭവം ഇത് എത്ര ടൈം എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ? എടുക്കാൻ ഒരു 14 years മാക്സിമം എടുത്തിക്കണ്. പക്ഷെ നമുക്ക് ഈ സെയിം സാധനം ഇതിന്റെ നമുക്ക് ഇനി 2 years ടൈം എടുത്തിട്ട് നമ്മൾ പഠിച്ച് റെഡിയാക്കി വന്നത്. പിന്നെ എന്താണെങ്കിലും ചെറിയ ഐഡിയയിൽ തുടങ്ങിയതാണ്. അതാണ് ഞങ്ങൾ ഇത്രയും വലുതാക്കിയത്. അപ്പോൾ ഇനി എക്സ്പാൻഷൻ വെച്ചിട്ട് ടൈം എടുക്കുമല്ലോ. പിന്നെ ബിഗിനിങ് ഈസ് ഓൾവേസ് ദ ഹാർഡസ്റ്റ്. പിന്നെ പണി ഇപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടും വലുത് നമ്മൾ മംഗലാപുരം പണിയുന്നത് ഇപ്പോൾ ഒരു 3 yearsനുള്ളിൽ തീർത്തു. ഒരു 1 year ലെഫ്റ്റ് ഇനി ഓൾറെഡി 2 years ആയി. ഇനി ഫിനിഷിംഗ് അടുത്ത് വരുന്നത്. അത് ഇതിനെക്കാട്ടും വലുതാണ്. 2 floor ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നിങ്ങളെ ആസ്തറ്റിക് ഒക്കെ കുറച്ചുകൂടി സെറ്റ് ആക്കും. കാരണം പുതിയ ഇതിനനുസരിച്ച് ചെയ്യാമല്ലോ ചെയ്യാം. ഇതിപ്പോൾ ഒരു പഴയ കുറച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്ത് 2 floor ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. ഇത് നമ്മൾ പോയ ആ വണ്ടിയിൽ പോകുന്ന സ്ഥലമല്ലേ? അതുപോലെ ആക്കി വെച്ചാലേ. റെഡ് ബാബു, ബാക്കു, ആൽബിനോ റെഡ് ബാക്കു. എല്ലാം ആമസോൺ റിവറിലാണ് കേട്ടോ ഫിഷുകളൊക്കെ. നമ്മളാണ് അവിടെ പോയി നോക്കൂല. ആനക്കൊണ്ട് ആമസോൺ റിവറിലല്ലേ? ആമസോൺ റിവറിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ്. ആമസോൺ റിവർ ബ്രസീലല്ലേ? എവിടെയാണ് സത്യം? ശരിക്കും ബ്രസീൽ തന്നെയല്ലേ? ഇഷ്ടപ്പെട്ടതോ? ഫിഷോ കഷ്ണമീനോ? ബ്രാല് തോട്ടത്തിണ്ടാ. അതല്ല അങ്ങനെ പറഞ്ഞേ. കോമഡി ക്യൂട്ട്. ഈ ഭാഗം കട്ട് ചെയ്ത വ്ളോഗിന്ന് നബിലേ എന്റെ ഫോണ് കടത്തി വെച്ചപ്പോ ഇതിന് മാനേജറിന്റെ അഭിപ്രായം ചോദിക്കുന്നതാണ്. ഗെയിം കളിച്ചാവും. മാനേജർ കൂൾ കളിച്ചു കൊടുക്കാണ്. മാനേജർ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇതിന് നല്ല വിലയല്ലേ? 5 ലക്ഷം റുപ്യ. 5 ലക്ഷം. അത് നമ്മൾ പ്ലാറ്റിനം കാർഡ് അവിടെ കണ്ട 5 ലക്ഷം സംതിങ്. അതിന്റെ കാറ്റഗറി പെട്ടത് തന്നെയത്. അത് നമ്മൾ ഇവിടുത്തെ വെറൈറ്റി ആയിട്ട് ഫിഷാണ് അത്. അബാബ. ഇത് നമുക്ക് നൈൽ റിവറിൽ കണ്ടുവരുന്നതാട്ടോ. ഈജിപ്തില് നൈൽ നദിയിൽ മാത്രം. ഈജിപ്തിൽ കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് പകല് അങ്ങനെ കണ്ടു കാണില്ല. നൈറ്റിലാണ് അധികം കണ്ടു കാണുക. അപ്പോൾ ശബ്ദത്തിനനുസരിച്ച് അത് മൂവ് ചെയ്യുകയും ചെയ്യുക. ശബ്ദത്തിനനുസരിച്ചാണ് അത് എരനെ പിടിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് മൂവ് ചെയ്യും. അത് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അത് ഒരേപോലെ മൂവ് ചെയ്യും. അതിന് റിവേഴ്സും ഇതേപോലെ എടുക്കാൻ കഴിയും. ഇത് പിന്നെ നമ്മളവിടെ സ്റ്റോൺ ഫിഷ് കണ്ടില്ലേ? അതൊക്കെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷ്. ഇവിടെ നീമോ നമ്മൾ സിനിമയിലെ കണ്ട. അപ്പം അതേപോലെ ഇവിടെ മോഡിഫൈ ചെയ്ത പെരലുണ്ട് കേട്ടോ. അതാ അൾട്ര ചെയ്ത പെരലുകള്. അടി കൂടെ സ്റ്റൈലായി. സ്കേർട്ടും സാധനങ്ങളും മറ്റേ ടൈൽ ലാമ്പൊക്കെ വെച്ച ടൈപ്പ് പുതിയ പെരലുണ്ട് കേട്ടോ. ഹെവി മോഡിഫൈഡ് പെരൽ. വാ ഇതെന്ത് വിഷ? നീലപ്പൊന്മാൻ. അതിന്റെ കളർ നോക്ക്. ഇത് നമുക്ക് പിടിക്കാട്ടോ. നബിയുടെ കൈ കൊണ്ട് പിടിച്ചാ മീനെ. ഈച്ചു പിടിച്ചാ ധൈര്യം പിടിച്ചാ. ഒറ്റ ബുദ്ധി പോയാണ്ടോ? എന്തേലും പറഞ്ഞ ഒറ്റ ബുദ്ധിയാ പോവും. കണ്ടോ? വെട്ടുട്ടേ വാളന്ത പോലത്തെ മീനാ.
പരി എന്ന് പറയില്ല ഞങ്ങളോടൊക്കെ തെരണ്ടി വാല അച്ചാർ മുക്കി തല്ലണം അതാണ് കേട്ടോ. അപ്പം പണ്ട് ലീക്ക് വീരാൻ പറഞ്ഞതാണ് തെരണ്ടി വാല അച്ചാർ മുക്കി തല്ലുക എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. തെരണ്ടി വാല എങ്ങനെ അച്ചാറിൽ മുക്കി തല്ലുക എന്നുള്ളത്. ഇതാണ് തെരണ്ടിൻ്റെ വാല് കേട്ടോ. കാണിച്ചെടുക്ക്. അതിൻ്റെ വാല തന്നെയാണത്. തെരണ്ടി തെരണ്ടി മുക്കുമല്ലോ. ഫീഡ് നമ്മൾ ടച്ച് പൂളാണ് ശരിക്കും നമ്മൾ ഫീഡ് കൊടുത്തിരുന്നു. പിന്നെ അത് പിന്നെ അലർജി വരുന്നോണ്ടില്ല. ഇപ്പൊ നമുക്ക് കൈയിട്ട് കഴിഞ്ഞ സാധനം ഇത് തെരണ്ടിൻ്റെ കുട്ടികള്. അഫിയ അതിന്റെ വാലിന്റെ അടുത്ത് പോയി നിൽക്കരുത് കേട്ടോ. അനക്കെന്താ അറിയാ കൈവച്ചെടുത്തോ അവർക്ക് വരും. അറിയുന്ന ഏറ്റവും ഡേഞ്ചർ ഫിഷ് പിരാന. വിഷയമില്ല എന്നുള്ള മൂടാ. ഇതെന്ത് ഫിഷ് അറിയോ? മുതല ഫിഷ്. ഇത് അളിയനോ? അലിഗേറ്ററിന്റെ വാല് എങ്ങനെ ഉണ്ടാവുക? ഡോൾഫിനെ പോലെ പഴയ മോഡല്. വണ്ടിയോ? ഇത് വായിച്ചാ സയന്റിഫിക് നെയിം ഇത് മുതലേ ഇത് പഴയ മോഡൽ മുതലാണ്. 2012 മോഡൽ. ഇത് 12 മുതലാണ്. കാണാം. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല. പഴയ ടൊയോട്ടന്റെ പഴയ LC. അപ്പൊ നടന്ന അല്ലെ ബുദ്ധി ചോർന്നോ? എന്ത് അത് വായിച്ചതാണ്. എന്തോ പറഞ്ഞ മോഹൻ കേട്ടോ. അത് സത്യം. അതിനാണ് ഒറിജിനാലിറ്റി ഉണ്ട്. ഇപ്പുറത്തുണ്ട് അല്ലേ? ഉണ്ടാക്കിയാലും സമ്മതിക്കണം. ബാ രണ്ട് ഡിനോസർ ഉണ്ട്. ഇപ്പൊ പൊട്ടാമസിനെ കണ്ടിട്ട് സൈക്കോനെ അങ്ങോട്ട് കൊണ്ടേക്കണ രണ്ട് ഡിനോസർ. ഷാൻ ഇത്രയും നേരം ബ്ലോഗിൽ എല്ലാവരും കണ്ടു കാണും. ബ്ലോഗിന്റെ ഇപ്പൊ അവിടെ നിന്ന് ഷാൻ ഡിനോസർ ഉണ്ട് വാ കേട്ടോ. പെണ്ണട്ടി കുട്ടികളാവനേക്കണേ. അത് ഡിനോസറാണല്ലോ ആ നിക്കണതേ. അപ്പൊ ഇതാണ് ഷനുബലിന്റെ ബുദ്ധിട്ടാ. ഡിനോസർ ഒരു തൊള്ള പൊളിച്ച ഡിനോസറും തൊള്ള പൊളിക്കാത്ത ഡിനോസറും. നമ്മൾ മൈസൂർ സൂക്ക് ഒരു ട്രിപ്പ് പോകണം കേട്ടോ. പക്ഷെ അതിൽ ചിലവരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. മുന്നിൽ കൂടെ നടക്കണോ അല്ലെങ്കിൽ എടുക്കൂല. നിങ്ങളൊക്കെ മുന്നിൽ കൂടെ നടക്കാം. ഒപ്പം നടക്കുക. മുന്നിൽ കൂടെ നടക്കണല്ലോ. ഒപ്പം നടക്കണം. എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഒരു പണ്ടത്തെ ഒരു നടം. ഇതെന്ത് മീനാ? ചോണ്ടവാലൻ ആഫ്രിക്കൻ മൊഴി. ഇത് ആഫ്രിക്കൻ മൊഴി ഒന്നല്ല. പക്ഷെ നമ്മളെ നാട്ടിൽ ആഫ്രിക്കൻ മൊഴി തീറ്റ കൊടുത്താലും ഇത്ര വലുപ്പം ആവില്ല. ഇന്ത്യ അടുത്ത് 2 ആഫ്രിക്കൻ മൊഴി ഉണ്ടായിനി. വയറ് പൊട്ടിച്ചെത്തു. കോഴിപ്പാട് അത് വേറെ 15 റുപ്യക്ക് 2 കിട്ടീനി. ജോഡിക്ക് 15 റുപ്യേനി സഫാക്കുറത്തുനിന്ന്. എന്നിട്ട് എന്നും കോഴിപ്പാട്സ് ഇട്ടു. ഒരു ദിവസം കോഴിപ്പാട്സ് ഇങ്ങനെ വാലിന്റെ കൂടെ വന്നാണ്ട് ഇങ്ങനെ പോണ്. അപ്പൊ കോഴിപ്പാട്സ് ഓവർലോഡായി കണ്ട് മരിച്ചു. ഒന്നിന്റെ തലമേ ചുവന്ന കളറായി മരിച്ചു. ബെസ്റ്റ് കൊണ്ട് അടിച്ചു വന്നു. ഞാൻ മാത്രല്ല നിങ്ങളെല്ലാരും ഉണ്ട്. പറ്റല്ലത് സോറി മാനട് ഇവലൊക്കെ കാര്യത്തില. നിങ്ങൾക്ക് ഒറ്റ ഒന്നിനെ അന്തല്ല കേട്ടോ. പട്ടിനെ വേട്ട ചെയ്യില്ല എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ബോധം എനിക്കില്ല. ഇങ്ങോട്ടെന്നാ മുന്നിൽ നടന്ന ഇല്ല ബാക്ക് പോരണ്ട. ഒറ്റപ്പെടും. ബാ ഇതെന്താ? ഓ ഇത് മിക്സ്.
ഇതിന്റെ പാലോണ്ടൊരു അടിയാണ് കിട്ടിയാണ്ടല്ലോ. അല്ല ഇതപ്പോ അയിറ്റാളൊന്നും തിന്നൂല. ഇതൊക്കെ വലുതാവും ഇനി. ഇത് പൊട്ടിയാല് ഇത് വലുതാവും. ഇത് അത്രയും വലുതാവും. അറിയാതെ ഹായ് ബ്രോ. ഹായ് ഹായ്. അല്ല ഓലൊന്നും ചെയ്യൂല. ഇളക്കണ കാരണമാണ് അതിനൊന്നും ചെയ്യാത്ത. അതങ്ങനെ അപ്പൊ അതിന് പേടിയാവും. ഒരിടത്തേക്ക് വരില്ല കേട്ടാ. റൗണ്ട് കൊടുട്ടോ. ഓ അങ്ങനെ ചെയ്യണേ. അത് ചെറായി പോയാലും വിട്ടാക്കണ്ട. ലക്ഷദ്വീപിൽ വിടലുണ്ട് സ്കൂബ ഡൈവ്. സുഖാ ചെയ്യാൻ. അതെങ്ങനെ ചെയ്യണേ? ആദ്യം ഇങ്ങനെ ഊതും അപ്പളാക്കിട്ട് ഇങ്ങനെ. സമ്മതിച്ചടാ. അന്റെ ഒറിജിനൽ സ്വഭാവത്തിൽ വന്നിക്കണം. അന്റെ കോട്ടിൻ 4K ഇത്രയും നേരം വരെ ഇവിടെ ഉഷാറില്ലേ? ഓ ആരാപ്പയ്മല്ലേ. ഹായ്. മോനെ അഫി മാർക്കോനെ കൊണ്ടിരിക്കണ പോലെ കൊണ്ടിരിക്കണേ കൂളായിട്ട്. എടാ ഇതൊക്കെ ഹായ്. എന്തേലും പറ്റിയാ അങ്ങോട്ട് ഡ്രസ് ഇട്ടിട്ട് ചാടേണ്ടി വരൂലേ? അഫിക്ക് ഇറങ്ങണോ ഇതില്? ഡ്രസ് ഇട്ട് ഇറങ്ങോ? മോള് പോയി ഇതുവരെ. ഹായ്. ശ്വാസം മുകളിൽ ഉമ്മയും കൂടി കിട്ടിയപ്പോളേ അതിന്റെ ഫ്ലൈങ് കീസ്. അതിന്റെ സ്കില്ല് നോക്ക് ആളെ. സീനാട്ടോ. വൺ സ്കില്ല് വൺ സ്കില്ല്. ഭയങ്കര സ്കില്ലും ഭയങ്കര ധൈര്യവും വേണ്ട ജോബാണ്. 4K ദൃശ്യ മികവില നിക്കണ കേട്ടോ. ഡ്രസ് ഇട്ട് പോണ്ടല്ലേ? ഇതൊക്കെ തിളങ്ങണോ വാല്? അങ്ങനത്തെ ഡ്രസ്സാണത്. ബന്നോറല്ലേ? സ്റ്റോറേജ് കൊള്ളായി. അയ്യോ എന്തോ ആയല്ലോ. എന്താ പറ്റി ബ്രോ? സെൽഫിയാണോ? എന്താ ലെവല് ജീവിതം. ലൈഫിന്റെ എത്രയോ സമയം കടലിന്റെ അടിയിലാണ് ഇവര് ജീവിക്കണത്. അതിന് നോക്കാനല്ലോ. അത് ബൈ. ഒരു മിനിറ്റ് പുറത്തില്ലേ? എനിക്കൊന്ന് കാല് ഫ്രീ ആയിട്ട് തന്നെ നീന്താൻ പോയിക്കില്ല. അത് പക്ഷെ അതിന് ശീലമായി കാണും. കാല് കെട്ടിട്ടിട്ട് പോലെ അതിലേറെ സുഖവും ഇങ്ങനെ പോകണമെന്നാണ് എനിക്ക് തോന്നണേ. നല്ല വഴക്കം കിട്ടും. അത് സീനായില്ല ഈ സെഷൻ. ഹൈ എടാ, ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് കൂടി ഇത്ര അലമ്പില്ല. ഇതൊക്കെ നീഡിൽ
നീഡിൽ ഫിഷ് ഇതൊരു സിനിമയിലുണ്ട്. ഈർപ്പ കുടുങ്ങി മീൻ. അത് പെരലാണ്. എടാ വലിയ പെരല് വലുതായ അങ്ങനെ ഉണ്ടാവും. അപ്പൊ പെരല് നമ്മളെ നാട്ടിലെല്ലാരും ചെറിയ സൈസിൽ കണ്ടിട്ടുള്ളൂ. അപ്പം ഒരു പെരല് വലുതായാലും മാക്സിമം വലുതായാലും ഇത്ര വലുതാവും, ഇത്ര ഉണ്ടാവും കേട്ടോ. പെരല് മത്തിന്റെ സൈസായി. എന്ത് ഫിഷാ? ഡേഞ്ചർ ഫിഷ് ആട്ടോ, ചുണ്ടൻ ഫിഷ്. ശ്വാസം കിട്ടാതെ കിടക്കുന്നു. ഇത് മേനഞ്ഞിലാണ്. അപ്പൊ വേണ്ടോ? പിന്നെന്താ ആ മേനഞ്ഞില് ഇതേപോലെ പറഞ്ഞിട്ടില്ല, മേനഞ്ഞിലിന്റെ പോലെ അല്ലേ? അതിന് ഈ ചോപ്പ് കളറുണ്ട്. ചോപ്പ് കളർ മേനഞ്ഞീൽ കേട്ടിട്ടില്ലേ? ഈൽ കേട്ടു. ഷോക്കടിക്കൂലത് ചേച്ചിന്റെ പറഞ്ഞോ? ഈലിന് നാടൻ ഭാഷയിൽ പറഞ്ഞാണ് മേനഞ്ഞീലിന്. മറ്റേത് ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞ സത്യം. എന്താണ് ഞാൻ പണ്ട് മഞ്ഞിലിനെ കണ്ടാണ്, ഞങ്ങള് തിന്നാണ്. തിന്നണം മഞ്ഞില് തോട്ടം കിട്ടും പൊട്ടാ പോയ മട്ടം വന്നിട്ട് മഞ്ഞില് കേസ് കുടിച്ചാണ് ലോകത്ത് എല്ലാവർക്കും അതിന് കേസ് കൊടുക്കേണ്ടി വരും. മഞ്ഞിൽ ഫിഷ് കഴിച്ചണോ? മഞ്ഞിന്റെ ഇറച്ചി ഉണ്ടല്ലോ ജിംഷ, അതിന് നെയ്യ് കൂടുതലാവും. അതിങ്ങനെ നല്ല മഞ്ഞളൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതിന്റെ കറി വെച്ചിട്ട് നല്ല അപ്പത്തേക്ക് മഞ്ഞിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കഴിച്ച ഒരു സെമി റബ്ബർ പോലുള്ള ഇറച്ചിയാണ്. സൂപ്പർ ഇറച്ചിയാവാ. ഷാനുല്ലേ പോയി? ഇവിടെ 3 ആളുണ്ട്. ആ നബീലിന് പറ്റിയ മേഖല ഇവിടെ മീൻ തീറ്റെടുക്കാം. വരി. അപ്പോൾ നമ്മൾ ഈ ഫിഷിന് തീറ്റെടുക്കാൻ പോവാണ്. ഇത് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? പുറത്തും കൂടെ പറ്റുള്ളൂ. നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്, ഓൽക്കൊന്നും ഉണ്ടാവില്ല ഒരു ജീവനെ പേടി. മീൻ തളം കെട്ടിക്കണതാ. ഞാൻ കൊടുക്കണല്ലോ, അയ്യോ കൊടുത്തോ. അതെന്താ മീനിനെ കവറിൽ വാങ്ങിയോ? അതെന്താ? അങ്ങനെ ഇട്ടല്ല, കൈ വെച്ച് കൊടുക്ക്. കയ്യിൽ വെച്ചെടുത്താൽ മതി, അത് വന്ന് കഴിച്ചു പോകും കയ്യിൽ നിന്ന്. ഓ പീരാന്തമാരട്ടങ്ങള് അഫീഫ് കൊടുത്താ തീറ്റ നോക്കട്ടെ, ധൈര്യം ഉണ്ടോ? അത് മീനത് മേലെ കൂടെ, ഒരു മീനിന്റെ മേലെ കൂടെ കയറി വന്ന് തിന്നണ്. ഫുള്ളായിട്ട് വറുത്താ ഹായ് ബ്രോ. ഹായ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ? അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ? ഹായ് സാർ, എന്താ വിശേഷം? സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാട്ടെ. സൂപ്പർ ജാക്കറ്റ്, സ്വിം സ്യൂട്ട്, വെറ്റ് സ്യൂട്ട് ഇടുന്നതാണ്. ഓക്കെ ഓക്കെ. സീൻ ലുക്ക്. താങ്ക് യു. ശരി. ആ അപ്പോൾ ഗായ്സ് വാ ക്യാൻസർ പോരെ. അപ്പോൾ ഗായ്സ് നമ്മളെ കൂടെ ഇരിക്കി മീൻ പിടിച്ചു. സൗദാണ് ഇപ്പോൾ മീൻ പിടിച്ചത്. എടാ നിങ്ങൾ ഇങ്ങനെ കോൽമുട്ടായി എന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വരി.
അത് തീറ്റ കൊടുത്താണ്. അപ്പം ഈ ചുക്കുട്ടിനെ ഇവിടെയാണ് മൈക്കൊക്കെ. വാ വാ, ഞാൻ അടുത്തായിട്ട് പാത്തുമ്മ വന്ന് മീനിന് തീറ്റ കൊടുക്കാൻ പോവാണ്. എടാ ഒന്ന് മാറി കൊടുക്കാം. എടാ ജിംഷ ആ കുട്ടി പൂതിച്ച് വന്നേനു. എന്താ മീനെ പിടിച്ച് കൊണ്ടുവന്ന് സൗദേ? അപ്പൊ ഗായ്സ് എന്താണ് കൈയൊക്കെ കഴിയുവാ. കയ്യൊക്കെ ചോർന്ന പോലെ, പക്ഷെ മീനിന്റെ അടുത്തേക്ക് വൃത്തിയിൽ പോണേ. താത്തങ്ങട്ടെ. അപ്പോൾ ഗായ്സ് അനാൻ കൈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. വെള്ളത്തിൽ കൈ തട്ടുകയാണ്. ഇജൊന്ന് പോയി, ഇജെന്തൊരു പേടിയാണ്. ആ കൈ ഇട്ട് നോക്കിയാ അടിട്ട് കൈ അങ്ങട്ട് അങ്ങോട്ട് താത്തി വെക്കങ്ങട്ട്. ഇട്ട് കയ്യേ കയ്യിടേ. കണ്ണില്ലേ ഇതിന്? കണ്ണില്ലാത്ത ഒരു കണ്ണില്ല. ജന്മനല്ല ആൾക്കാരെ ഒന്ന് കുത്തിയിടണത്. ഇത്ര എന്താ മരുന്ന് കുടിച്ചാ? എല്ലാരും ഇട്ടു. ആൾക്കാർ കാത്തിക്കണ്ടേ. എത്ര ആൾക്കാരാണ് എടാ അനാനെ തീറ്റ കൊടുക്ക കൈ അങ്ങനെ തന്നെ. ആ ഒത്തിക്കോ. അപ്പൊ ഗായ്സ് അനാൻഷ കൈയിട്ടു. ഇതിട്ടൊക്കെ തിന്നാൻ കിട്ടില്ലേ? എല്ലാവരും കൊടുക്കണ്ടല്ലോ. പള്ളം അറിയില്ല ഇതിന്റെ. അപ്പൊ ഗായ്സ് ഹനാൻ കൈ കഴിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ കൈ കഴിഞ്ഞിരിക്കുന്നു. മത്സ്യകന്യകനെ കാണാനാണ് അടുത്തതായിട്ട് പോകുന്നത്. ആണോ? അപ്പൊ ഞങ്ങൾ രണ്ടാളാണ് പോണത്. മത്സ്യകന്യക പുറത്തേക്ക് വന്നു. മൈക്കിന്റെ കയ്യിൽ വെച്ചാണ്ട് ഇന്നെടുക്കാം. ഇതാ അല്ലല്ലേ? അപ്പോൾ ഗൈസ് ഞാൻ മത്സ്യകന്യകയുടെ കൂടെ വീഡിയോ എടുക്കുകയാണ്. കുറച്ച് സമയം മത്സ്യകന്യകയോടൊപ്പം. ആവശ്യമില്ലാത്തൊന്നും ഇതിൽ പറയില്ല കേട്ടോ. ചെങ്ങായി എന്തൊക്കെയാ പറയേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പാർക്കിൻ്റെ മറ്റൊരു ഭാഗത്തെത്തി. ഇവിടെ കൂടുതൽ ആനിമൽസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് യമുവിൻ്റെ കൂട്ടിൽ ആര് കയറും എന്നുള്ളൊരു ചലഞ്ചാണ്. ഹായ്, ഹലോ, അവൻ്റെ പേരെന്താ? ഹലോ 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 ഹായ്. ഓടി കുട്ടികളെ കയറി ഞാനും കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടാണ്ട് ഇവിടെ ഉണ്ട്. അത് പോയിട്ടോ ഈ കൂട് തുറന്നു വെച്ചിരിക്കാണ്. ഈ കൂട് തുറന്നു വെച്ചിരിക്കട്ടോ. ഓക്കെ ഓക്കെ എടുത്തത്. അപ്പൊ നബീലും കയറട്ടെ. ഇതാ യമുവിനൊപ്പം അല്പനേരം. ഇതാ വമ്പിച്ച മത്സരം. യമുവിനെ വെല്ലുവിളിക്കുന്ന 2 യുവാക്കൾ. ഇതാ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും യമുവിനെ വെല്ലുവിളിക്കാൻ വേണ്ടി സിദിനും നബീലും വമ്പിച്ച പോരാട്ടം. ഇതാ അടവരണോ? വരുണ്ടോ? 3 പേരുണ്ടോ? ഇതിന്റെ മൂടൊക്കെ. ഇതാ യമുവിനോടൊപ്പം അല്പനേരം. ആരാണ് യമുവിനെ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത് നോക്കാം. തുറക്കാനായിട്ടില്ല. എടാ അയിമ തൊട്ട് വരി.
അതിന് തൊട്ട് വരുന്നവർക്ക് തുറന്നു തരും തൊട്ട് വന്നാൽ തുറന്നു തരും തൊടാൻ പറ്റും മൂട്ടിൽ തൊട്ടാൽ മതി അറിയില്ല ഇതാ യമൂനെ 2 യുവാക്കൾ വെല്ലുവിളിക്കുന്ന കാഴ്ച ബാക്ക് കൂടെ വന്നാൽ മതി നിക്കണോ അങ്ങോട്ട് ചെല്ലടാ ഈച്ചുണ്ടോ ഞാൻ വരാം വാ എടാ ധൈര്യമില്ലാത്തോലെ പോന്നാണ് ഇങ്ങോട്ട് ഒരു കുട്ടിക്കളി ഒരു മാറിനാ പോയിക്കാ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ ഓവറാക്കി അതിനിതാവട്ടോ ഞാൻ അങ്ങനെ തള്ളി കേട്ടോ ഒരു മടിയിൽ എനിക്ക് തൊട്ടോക്ക് ബാക്ക് തൊട്ടോക്ക് ആ എന്താ ഇന്നെ പിടിച്ചിക്കണ് ഈസാനെ അനക്കൊരു പേടിയില്ലേ ഈസാനത് കാലോണ്ട ചവിട്ടോ തീറ്റ എടുത്തൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടമാണ് തീറ്റ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പേടില്ലല്ലോ ചവിട്ടിട്ടോ ആ വാ കൂടുതൽ മോട്ടറാക്കണ്ട ചവിട്ടിട്ടും ഒരു ആവശ്യമല്ല ഹായ് അങ്ങോട്ട് കയറണം ഞങ്ങളെ കൂടെ പശുക്ക് തീറ്റ എടുക്കാൻ പോവാ വരി ചെയ്യുന്നില്ലേ പക്ഷെ പാവാട്ടോ പാവാണത് ആ അന്ന് രണ്ടും കൂടി വളഞ്ഞിട്ടേ അപ്പഴും ഇതാ നമ്മളെ ചേട്ടൻ 2 പക്ഷിയെ പിടിച്ചിരിക്കുന്ന കാഴ്ച അപ്പിടുന്ന ആയിക്കോട്ടെ ഒരു ഫോട്ടോ എടുത്തേ പിക്ചർ അവളെ ഒന്ന് കെട്ടിയപ്പോ ചേട്ടൻ്റെ പേരെന്താ ചന്ദ്രേട്ടൻ ചന്ദ്രൻ എവിടെ സ്ഥലം എടപ്പാളാണോ ഞാൻ വന്നാണ് നമ്മളെ ഒരു ഗോൾഡ് ചന്ദ്രന്റെ പരിപാടി മകള് പറഞ്ഞ് ആളിന്റെ ഓക്കെ കയ്യെല്ലാം പറ്റില്ല പറവുണ്ട് എന്റെ പുറത്തുണ്ട് തോന്നുന്നുട്ടോ ഇതെന്താണ് താറാവോ എന്തിനാ വെച്ച ഞങ്ങള് കൊക്കിന് ആ ചേച്ചിയെ ചേച്ചി എന്ത് പണി ഞങ്ങള് കാട്ടി ചേച്ചിയെ അത് താത്ത മതി 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 ആ ചേച്ചിയെ കൈ ആ ചേച്ചിയെ പാത്രത്തിൽ കൊടുത്താൽ മതി തീറ്റ ചേച്ചി ആ കയ്യിൽ മൈക്കുണ്ട് മൈക്ക് തിന്നും ആ തലമ്മ കൊത്തുണ്ടേ താഴേക്ക് പോ ഊരമ്പുണ്ടോ ഊരമ്പലൊക്കെ എങ്ങനെ നിക്കണേ ഇതാ ലംബക്കി ഇതാണ് നിറം മാറി പക്കി ഇത് പനമ്പക്കി ഇതാ അവിടെ കുറച്ച് തീറ്റ കണ്ടിട്ടെടുത്താൽ കണ്ടോ അപ്പൊ അവിടെ വന്നിരിക്കും ഇതാ തലമ കുറച്ച് തീറ്റ കണ്ടതാ തലമ കുറച്ച് ഫുഡിട്ടെടുത്താ ഈസി ഈസി ലേശം ഫുഡ് തലമുട്ടെടുത്താ കൂളായിട്ട്
ബാക്കിയുള്ള ഉച്ചക്കത്തെ ഫുൾ തീറ്റോളി ഉച്ചക്കത്തെ ഫുൾ തീറ്റ കുറച്ച് തീറ്റ തീറ്റ അതാ ഉച്ചക്കത്തെ തീറ്റ ഫുള്ളതാ എടാ തലമ്മതായിട്ടോ ശരിയില്ല മറ്റേ റിയോ പക്കി ഏയ് പേടിയൊക്കെ പണ്ട് ഇപ്പൊ പേടിയൊന്നുമില്ല ചേച്ചിയാ സുഹൃത്തുക്കളെ പറ്റിക്കുന്നു ടെൻഷനായി ടെൻഷനായി ചെവിൻ്റെ ഉള്ളിൽ തീറ്റോ ചെവിൻ്റെ ഉള്ളിൽ ഓ വനാലം കേട്ടോ ബാബുസ്വാമി നന്നായി നൃത്തം ചെയ്യും നബീലണ്ണൻ പറവകളുമായി അല്പം നേരം നബീലണ്ണൻ വാച്ച് അതാ ഇതൊന്നും ചെയ്യൂല രണ്ടു കൂടി ഒരൊക്കെ എടുക്കുക അത് എടുക്കുന്നില്ല അന്നെ പറഞ്ഞെങ്കിലും കൂടി ശരീരം മാത്രമുള്ളൂ ഹായ് ഞാൻ വെക്കാം കൈ തന്നെ ആനാൻസെപ്പ തിരിഞ്ഞു നോക്കാൻ മുത്ത പാമ്പ് എടാ എങ്ങനെ കൊണ്ടിടക്കണം ചെറിയ പേടി അല്ല ഇതിനോ ഇല്ല എടുത്തോളി ഇത് ഡേഞ്ചറാ ബുദ്ധിയുള്ള ജങ്ക കയ്യേൽപ്പ് ചെറുതായിട്ട് കുഴപ്പമില്ല അതിന് വരാൻ ആഗ്രഹമില്ല തോന്നുന്നു എന്തിനാ എന്നെ നിർബന്ധിക്കണേ ഈ കൈ പിടിച്ച് കൈ കുസൃതിക്കാരനാണേ നടക്കുന്നത് ഒറ്റ ബുദ്ധി ഈസാൻ റിനാ നിൽക്കുന്നത് ഓൾ കേരളക്ക് ഉണ്ടാവില്ല റിനാനെ ഇത്ര പേടിന്റെ ഓൾ കേരള ട്രിപ്പിൽ ഉണ്ടാവില്ല കേട്ടോ പാമ്പ് ഓൾ കേരള ട്രിപ്പിന് അഡ്മിഷൻ കിട്ടൂല അല്ലെങ്കിൽ അല്ലല്ല ആദ്യം കൗത്താണ് പരിചയമാക്കേണ്ടത് നിലത്തിട്ടാ തിരിച്ചു പ്രതികരിക്കും കേട്ടോ കൂളായിട്ട് ഈ ധൈര്യം മൊത്തത്തിൽ ധൈര്യം മാത്രം മതി ഒരു കൈ കൊണ്ട് ഇങ്ങനെ തലോണ്ട് മരിച്ചോ ഹലോ പരിഭ്രാന്തനായ അതും പരിഭ്രാന്തനാവും അത് അന്നെക്കാട്ടിലും ഇതിന് റൈസ് ആവാൻ പറ്റണ പാമ്പാണ് കൂളായിക്ക് ഇങ്ങനെ ഒച്ചന അങ്ങനെ ഉണ്ടാക്കാം അപ്പൊ അതിനെ അറിയാത്ത രീതിയിൽ ആർക്കല്ലേ അതിന് ഡിസ്റ്റർബൻസ് ആവൂലേ എന്നാ പോരി പോവാ അതിനെ കൊണ്ടുപോയി
ഇതൊക്കെ എന്താ ഇനി എന്താ കണ്ടിന്യൂഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫീഡിങ് ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് ഫീഡിങ്. നമ്മളെ ഫീഡിങ് ആ മനസ്സിലായി. ഓ ചങ്ങായി കണ്ട് ഹാംസ്റ്റർ ഇതാണ് ഹാംസ്റ്റർ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഹാംസ്റ്റർ ഉണ്ട്. സലാഡ തീറ്റട്ടോ, അതിൻ്റെ വലിയ തീറ്റ കേട്ടോ, റിച്ച് തീറ്റയൊക്കെ തിന്നുള്ളൂ. കുട്ടി. ഓ കുട്ടിയലി, മുള്ള്, മുള്ളനലി, വെല്ലേലി, തൊലിയലി, പൗതിക്കോയി. പൗതി വളർന്നിട്ടുള്ളൂ കേട്ടോ. ഈ ഫാന് ഡേഞ്ചർ അല്ലേ. തൊപ്പക്കോയി, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ആരാ പോയത്? പറക്കോൺ. എന്തൊക്കെ അടിച്ചുട്ടോ നബിലെ, എന്നെ പരിഭ്രാന്തരാക്കല്ലോ. നെൽത്തിടല്ലോ തിന്നാക്കാൻ നോക്കാം. അതിന് നല്ല ബാക്ക് കൊണ്ടേക്കാം. വേണ്ട എനിക്കിഷ്ടല്ല. ആണോ? അപ്പം ഇല്ല, അതിന്റെ കുടിവെള്ളാണത്. ജിമ്മിക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു പറക്കുമണ്ണാൻ. ഉപഹാര സമർപ്പണത്തിനായി പറക്കുമണ്ണാനെ ക്ഷണിക്കുന്നു. എനിക്ക് വേണ്ടട്ടോ അങ്ങനത്തൊന്നും. ജന്തുക്കളെ പണ്ടേ ഇഷ്ടമല്ല, എന്താ അറിയില്ല. അഫീഫേ, അതെന്താണ് മലയണ്ണാനോ? നബിലു അമ്പലപ്രാവിനെ പിടിച്ച് കൂട്ടിലിട്ടോ. അമ്പലപ്രാവ് അത് സ്കൂളിൻ്റെ പാല് കിടക്കാൻ അതിൽ പിടിച്ച് കൂട്ടിലിട്ട് അക്വറിയം പിടിച്ചിട്ട്. ഓ ഇവിടെ സങ്കരയിനം പ്രാവുകളാവും, പല വിഭാഗത്തിൽ പെട്ടവരുണ്ട് ഇവിടെ. ഇതെന്താ ഫിഷാ? മോന ആരാപ്പയ്മ കുടുംബയോഗം. അറിയാൻ കൊടുക്ക്. ആ കൈ കൊണ്ട് എടുക്കാം. ഫോൺ നോക്കിക്കോട്ടോ. ഇങ്ങോട്ട് കൊടയല്ല കേട്ടോ. ആരാപ്പ നമുക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. കൊടുക്കടാ. ഒരു മത്തിൻ്റെ പീസാട്ടെ. ശരി, ഞാൻ മത്തിൻ്റെ മണം ഉണ്ടാവും. ദുബായിൽ നമ്മളൊരു പാർക്കിൽ പോയി, ഫെയിം പാർക്കിന് പോയതാണത്. മാസമായി പാർക്ക്. ഹോൾഡ് ചെയ്ത് വെച്ചു, അപ്പോഴേ അടിക്കുള്ളൂ.
ഓ ഫിയർ ഉണ്ടോ? നോ ഫിയർ. ഇത് കുറേ നേരമായി ഞാൻ കൊടുത്ത തീറ്റാണ്. ഇവിടെ കൊടുക്കാം. ഇവിടെ അടിയാവും. അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. ആ ഇവിടെ ഇവിടെ ഇതാരാ കഴിക്കാൻ കണ്ടോളിട്ടോ. ഓ ഡബിൾ ഇട്ടി ഡബിൾ. പക്ഷെ ആർക്കും ഒരാൾക്ക് തീറ്റ കിട്ടി. ഇതാ ആരാ നമുക്ക് തീറ്റ കൊടുക്കൽ വേണോ മോനിക്ക? ഒരു പേടിയില്ല കേട്ടോ. വാലോണ്ട് അടിക്കൂലേ? ചോര എവിടെ? എന്തേ ചോരണ്ടോ? അല്ല അത് കുളത്തത് ഈസാന്റെ കയ്യോ ചോരയൊക്കെ ഇവിടുന്ന് ഡീറ്റെയിൽ അടിച്ചോട്ടോ. ഇനി പേടിക്കണ്ട ഇഗ്വാനൊക്കെ കൊടുക്കും. മത്തി എന്താ എന്തിന്റെ അടുത്ത് പറക്കണ മറ്റോടുത്താണോ? ഒന്നും കടിയിട്ടില്ല. മൂപ്പരിങ്ങനെ ചീറ്റി അടിച്ചിട്ടുണ്ടോ? ഓ നൈസ് ഷോട്ട്. കിടിലം ഷോട്ട് ഇട്ടു. ഒരു നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് കുളിക്കാൻ ഇറങ്ങാം. കുളിച്ച പിന്നെ കയറുമ്പോൾ പലതും ഉണ്ടാവില്ല എന്നുള്ളൂ. ഹായ് അസ്സലാമു അലൈക്കും. എടാ നബീലെ നോക്കട്ടെ നബീലെ. ആ ഡേഞ്ചർ പരിപാടിക്ക് പോയിട്ട് മലയെണ്ണാൻ കടിച്ചു. ഈസാനെ മറ്റേ ഇഗ്വാന നക്കും ചെയ്യും. ഈസാൻ ഇവിടുത്തെ ആളായിട്ടോ. വരുന്നവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അത് ഇഗ്വാന ആദ്യം മേത്ത് വെച്ചാലാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ അതിർപ്പത്തിൽ നോക്കുക. ഇവലൊക്കെ ഇവിടെ പണിക്കേറിയാറാണ്. ഞാൻ നേരത്തെ അങ്ങനെ ഒരു കൂട്ടില് പോണില്ലേ? സൈക്കോനെ കടിച്ചല്ലോ. എടുക്കാൻ പറഞ്ഞ എന്നിട്ട് വാ. ഫോട്ടോ എടുക്കാൻ എങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ടിങ്ങനെ ചോര കാണിച്ചു കൊടുത്തു. ആ തടി ഇത് വേണ്ട. ഇത് ഡേഞ്ചർ. ഇത് വന്ന് ഡേഞ്ചർ. ഫോട്ടോ മുമ്പിരിങ്ങനെ കൈമങ്ങനെ വെക്കണം. അപ്പൊ എങ്ങനെ കാണിച്ചു കൊടുത്തു. ആ തടി ഇത് വേണ്ട. പെരിയ ഡേഞ്ചർ. നക്കണ നബീല തന്നെ കണ്ടു. ഇത് വെജിറ്റേറിയൻ ആണ്. മണ്ട അത് വെജിറ്റേറിയൻ. ക്യാരറ്റ് കാബേജ് കഴിക്കല്. അവിടെ ചെറുതൊരു സ്ലൈറ്റും പിടിച്ചിരിക്കണം. മാഷാള്ള അവിടെ ചെറുതൊരു സ്ലൈറ്റും പിടിച്ചിട്ടുണ്ട്. സോ ക്യൂട്ട്. സോ ക്യൂട്ട്. ഹായ്. ആ ഹായ്. എന്താ വിശേഷം? സുഖാണോ? ഹായ്. ഓക്കെ കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്തോ. ആ അങ്ങോട്ട് വരുമോ? അങ്ങോട്ട് ആ അവിടുന്ന് എല്ലാവരും കൂടി ഒപ്പം എടുക്കാന്ന് പറഞ്ഞേ. അങ്ങോട്ട് വരുമോ? ഹായ്. എന്താ വർത്താനം? ആൾക്കാർ തൊട്ടുണ്ടേ ഗ്ലാസ് മൂലൊക്കെ പാടാ. ഇവിടെ ലോക്ക ഇതിന് സ്പിരിറ്റാ സാറേ. പറയുന്ന സ്പിരിറ്റ് അല്ലേ സാറേ? എന്നാലോ റിഫ്ലക്ഷൻ അടിക്കും. പിന്നെന്തിനാ ഇതിന് കയറണേ? എന്താ
അല്ലട്ടോ അതിലല്ല വന്നത്, ഇതിലേ വന്നതാണ്. വന്ന പോയി മറന്നു പോയിട്ടാ. എവിടെ വരി തിരിച്ച് അല്ല അല്ല ഞാൻ പറയട്ടെ, നമ്മള് വന്ന വഴി തന്നെയല്ലേ തുറക്കാൻ വരെ. അല്ല വന്ന ഇതാ എന്താ ഹൗസ് അവിടെല്ല പുറത്താ. എടാ ഇതിന്റെ ഓണറെ വിളിച്ചാണി തുറന്നു തരാൻ പറയും. ഓക്കെ അങ്ങോട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് ഇറക്കാം അവിടെ നിന്ന്. ഹായ് 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 കണ്ടോ അവൻ്റെ സാറ് കണ്ടോ, അവൻ്റെ ഒക്കെ സ്പിരിറ്റ് കണ്ടോ സാറേ. ഹായ് മറന്നോ? വലൈക്കും അസ്സലാം. ഹായ് എല്ലാ വീഡിയോ മാറില്ലേ? താങ്ക് യു. അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അറിഞ്ഞില്ല. അത് ടി വി ഉണ്ടായിട്ടോ പുറത്ത്, അത് കയറിയപ്പോൾ ആരും കണ്ടില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നില്ല കോമാളി തരം ഈവൻ കാട്ടിക്കണ്. എന്നിട്ട് പുറത്തെ ആൾക്കാർ വന്നപ്പോണ്ടേ ഞങ്ങളൊക്കെ കണ്ടു, പുറത്തുനിന്ന് ആൾക്കാർ ഞങ്ങളെല്ലാം കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തൊക്കെ കണ്ടു? കൊറേ കണ്ടു. എന്താ കൊറേ അസ്ഥികൂടം, കൊറേ പാമ്പ്, മറ്റേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തില് കിടിലൻ കിടിലൻ. ഈ അടിപൊളി കിടിലൻ സൂപ്പർ. കുറച്ച് വാക്കുകൾ പഠിച്ചേക്കോ, ഏത് റിവ്യൂക്കും അതുപോലെ ജെന്യൂൻ വേറെ എന്താ പറയാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് കിട്ടണം. ഏത് പടത്തിന്റെ റിവ്യൂ പറയണേ? ഇതിന്റെ റിവ്യൂ ചോദിച്ചു. എടാ അടിപൊളി. അത് വേറെ ഇവാലുവേറ്റ് ചെയ്ത് പറയും. ഇജ്ജ് പറഞ്ഞ പറസാനം അറിയാതെ അതൊരു അരപ്പുറം കവിയാതെ വിവരിക്കുക. തുടക്കത്തിൽ എല്ലാവരും അടിപൊളിയായിരുന്നു, ഒടുക്കത്തിൽ അത് കവിഞ്ഞ് ഒഴുകി. അതിനൊക്കെ അറിയാം ഞാനോ റിവ്യൂ പറഞ്ഞ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ക്യാമറ നമ്മളറിയില്ല, പറസാന അവിടെ ഇവിടെ പിടിച്ചിക്കണ. അതല്ലേ ചോദിച്ചേ? മൊത്തത്തില് നമ്മളിപ്പോ ഒന്ന് ഇറങ്ങിയില്ലേ ഇവിടെ കാണാന് മറൈൻ വേൾഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് തോളത്തിട്ടില്ല. ഇന്നിപ്പോ അതിന്റെ ഒപ്പം വന്നോണ്ട് അത് സാധിച്ചു. നമ്മൾ ധൈര്യം പകരാനുള്ളതുണ്ട്. അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും പാമ്പിനിട്ട് എനിക്ക് ഭയങ്കര ഒരു ലാംബോ ലാമ്പല്ല ഞാൻ പിടിച്ചിക്കണേ, മറ്റേ കയ്യും വെട്ടിക്കണ നല്ല തോളത്തായിട്ടില്ല. തോളത്തൊക്കെ ഒരു പേടി. അവിടെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തില് ഞാൻ 2 കൊല്ലം മുന്നേ വന്നു എത്ര സെറ്റപ്പ് ഒന്നുമില്ല. ഇത് മൊത്തത്തിൽ 2 കൊല്ലം മുന്നേ വന്നിരിക്കണം, ഫാമിലി ആയിട്ട് വന്നിരിക്കണം. അപ്പൊ 2 കൊല്ലം മുന്നേ വന്നേ എന്നുള്ള ആളുടെ നിലക്ക് എന്താണ് 2 കൊല്ലം മുന്നേ വന്ന നിലക്ക് 2 കൊല്ലം മുന്നേ വന്ന ഒരാളെന്ന നിലക്ക് ഈ 2026 തുടക്കം തന്നെ ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? പുതിയൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. എന്താ വള്ളത്തിന്റെ അടി കൂടെ കൊണ്ടുപോയിട്ട് കാണിക്കാം. പിന്നെ അരാപ്പയ്മക്ക് തീറ്റ കൊടുത്തു, പാമ്പിനെ തോർത്തിട്ടു. അതേമാതിരി മൊത്തത്തിൽ കന്യാസ്ത്രീകളെ വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്തത് എന്ത് 10 എത്ര മാർക്ക് കൊടുക്കും? 10 മാർക്ക് കൊടുക്കുക. അത്രയും പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. ഫാമിലിയിലേക്ക് കൂട്ടി വരും, ഫാമിലിനെ കൂട്ടി ഒന്നുകൂടിയും വരും. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി സൈക്കോ എങ്ങനെയുണ്ട് റിവ്യൂ? റിവ്യൂ പറയണം. ഒറ്റ മിനിറ്റ് മോളെ എപ്പെടുക്കാം. ജെന്യൂൻ റിവ്യൂ ആണ്. കൈയൊന്ന് മുറിയായി. 2 സെൽഫി പാമ്പളെ കടിച്ചാൽ ഞെക്കിയപ്പോളേ 2 സെൽഫി ചോറ് ഓനെ പറക്കണ വീട് പിടിച്ചത് കടിച്ചിട്ടുണ്ട്. സൈക്കോ മറ്റേ ചങ്ങായിക്കാരൻ നേക്കുണ്ടോ മാലുമ പിടിച്ചിട്ട് വലിച്ചും കണ്ട് എടുക്കുന്നു.
നല്ല രസമുണ്ട് കേട്ടോ ചോര കാണാൻ. ASMR എൻ്റെ റിവ്യൂ ഗൈസ് കിടിലം സംഭവമായിരുന്നു. ഒരുപാട് മീനുകളുണ്ട്. ഉണ്ട്. കൊടുക്കണ പൈസക്ക് മുതലാ അല്ലേ? എത്ര പൈസ കൊടുത്തു? 400 റുപ്യ. അതെ. അപ്പോൾ എനിക്കും തന്നെ പറയുള്ളൂ, സംഭവം രസമുണ്ട്. കാരണം നമ്മളിങ്ങനെ ടെമ്പററി ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഉത്സവ ഫെസ്റ്റിനൊക്കെ ആയിട്ട് ടെമ്പററി ആയിട്ട് കെട്ടിപ്പോക്കുന്ന സാധനമല്ല ഇത്. ഇവിടെ അടിയിൽ എല്ലാവർക്കും പോയി ചിലപ്പോൾ കാണാൻ പറ്റണമെന്നില്ല. റിവ്യൂ ചോദിച്ചുമ്പോൾ പറയില്ല, നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി ഇക്കാരെ പറയാം. അങ്ങനെ ഈ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മീനിനെ കുറിച്ച് അറിയാനും മീനുകളെ കാണാനും താല്പര്യമുള്ളവർ ഇവിടെ വരിക. നമ്മൾക്ക് അങ്ങനെ അറിയാൻ വലിയ താല്പര്യമില്ല. നമുക്ക് ഇങ്ങനെ പാമ്പിനെ പിടിച്ച് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു കടിയൊക്കെ ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. ഒരു കടിയൊക്കെ കിട്ടുക, അതിലൊക്കെ നമുക്ക് അപ്പോൾ എനിക്കും അതിനെ പറയുള്ളൂ. നമ്മൾ ഞാൻ പറയില്ല, ഈ ഒരു ടെമ്പററി കെട്ടിപ്പൊക്കെ സാധനമല്ല, ഇതിവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 4 വർഷമായി. ഇത് 5ാമത്തെ വാർഷികത്തിൻ്റെ പരിപാടിക്ക് അനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ പോന്നപ്പോൾ സ്കൂളിലത്തെ കുട്ടികളൊക്കെ ടൂർ കൊണ്ടുവന്ന് കണ്ടു. അങ്ങനത്തെ ചെറിയ കുട്ടികളൊക്കെ ടൂർ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. കുറേ ലൈക്ക് മീനും അങ്ങനത്തെ സംഭവങ്ങളും കുറേ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ അതും ബേർഡ്സിൻ്റെ ഇത് അങ്ങനെ ഈ ഹൊറർ ഹൗസ് അങ്ങനെയൊക്കെ ഒരു ചെറിയ സെറ്റപ്പിലുള്ള എല്ലാ കുട്ടികൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയുണ്ട്. ഫാമിലിക്ക് ഒക്കെ സംഭവം അടിപൊളിയാണ്. അതെ, ഇൻഷാല്ലാ പറ്റുന്നവരൊക്കെ എന്തായാലും വന്നിട്ട് വിസിറ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ATV റൈഡും കൂടി നമുക്ക് ട്രൈ ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ മറൈൻ വേൾഡിൽ പോയ വ്ളോഗ്. ആ പ്ലേസ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഒരുപാട് പഠിക്കാനും ഒരുപാട് അറിയാനൊക്കെ ഉള്ളൊരു പ്ലേസാണ്. നമ്മൾ അവരുടെ 5ാമത്തെ വാർഷികം, അതിലുപരി അവരുടെ ഡീപ്പ് വണ്ടേഴ്സ് ഇനോഗ്രേറ്റ് ചെയ്യാൻ കൂടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗും കൂടെ ചെയ്തു. സോ അതിലുപരി അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എനിക്കൊന്നും പറയാനില്ല. ചാവക്കാട്ടിലെ എല്ലാവരോടും, പഞ്ചവടി ബീച്ചിൻ്റെ അടുത്തുള്ള എല്ലാവരും വെരി ലവ്ലി ക്രൗഡ്, വെരി സ്വീറ്റ് ക്രൗഡ്, വെരി 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 കൈൻഡ് ഹംബിളായിട്ടുള്ള ആൾക്കാരായിരുന്നു. സോ എല്ലാവരോടും, ചാവക്കാട്ടിലെ എല്ലാവരോടും വന്ന് പരിപാടിക്ക് വന്ന എല്ലാവരോടും ഈച്ച് വൺ ഓഫ് യു ബിഗ് താങ്ക്സ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമാക്കണേ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്ളോഗ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഒരുപാട് ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ വീണ്ടും മറ്റൊരു വ്ളോഗായിട്ട് കാണാം. കിടലം വ്ളോഗ്സ് ഓൺ ദ വേ ആണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ആടുമന്തി ഉണ്ടാക്കിയ വ്ളോഗുണ്ട്, നൂറിനെ സ്കൂളിൽ കൊണ്ടാക്കിയ വ്ളോഗുണ്ട്, ഒരു സൽക്കാര വ്ളോഗുണ്ട്, എല്ലാം വരാനുണ്ട്. സോ എന്തായാലും നമുക്കതൊക്കെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ.